അടുത്ത ഉപരാഷ്ട്രപതി ആരാണ് എന്നതൊരു വലിയ ചോദ്യമാണ്. ബി ജെ പി മിണ്ടുന്നില്ല. പല സ്പെക്കുലേഷൻസും വരുന്നുണ്ട്, പല പേരുകൾ പറയുന്നുണ്ട്. രാംനാഥ് ഠാക്കൂർ എന്ന് പറയുന്നുണ്ട്, JP നദ്ദ ആയിരിക്കും ബി ജെ പിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റും ആരോഗ്യവകുപ്പ് മന്ത്രിയുമായ നദ്ദ ആയിരിക്കുമെന്ന് പറയുന്നുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു പേരുണ്ട്, മുസ്ലിം പേരുകൾ രണ്ട് കേൾക്കുന്നുണ്ട്. ഒന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ, മുക്താർ അബ്ബാസ് നഖ്വിയുടെ പേര് കേൾക്കുന്നു. പിന്നെ ഹരിവനാഷ് സിംഗ്, വസുന്ധര രാജ സിന്ധ്യ, നിതീഷ് കുമാർ, മനോജ് സിൻഹ, രാജ്നാഥ് സിംഗ് ഇപ്പോഴത്തെ പ്രതിരോധ മന്ത്രി, ഇത്തരം പേരുകളാണ് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പേര് കേട്ടത് ഈ കൂട്ടത്തിൽ തന്നെയാണ്. നിതീഷ് കുമാറിൻ്റെ പേര് അതിശക്തമായി കേൾക്കുന്നു. ബീഹാർ ഇലക്ഷൻ വരാൻ പോവാണ്. നിതീഷ് കുമാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞു എൻ്റെ അവസാനത്തെ തെരഞ്ഞെടുപ്പാണിതെന്ന് പറയും. അതായത് അടുത്ത തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാർ മത്സരിക്കുന്നില്ല എന്നും മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നിതീഷാണ് എങ്ങനെയും മാറാം. പക്ഷേ ബി ജെ പി ഒരു വലിയ ത്യാഗമാണ് ബീഹാറിൽ ചെയ്തത്. ബി ജെ പിക്കാണ് ഏറ്റവും കൂടുതൽ MLA മാർ. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനം നിതീഷിന് കൊടുക്കും. ഇനി ഈ കച്ചവടം പറ്റത്തില്ല എന്ന് ബി ജെ പി തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടി ബി ജെ പിയുടെ സർക്കാർ ഉണ്ടാവണം. അപ്പോൾ നിതീഷ് എന്ത് ചെയ്യും? നിതീഷിന് ഉപരാഷ്ട്രപതി സ്ഥാനം കൊടുത്തിട്ട് നിതീഷിൻ്റെ മകനെ ഉപമുഖ്യമന്ത്രിയാക്കാം എന്നൊരു സൊല്യൂഷനുണ്ട്. ഈ ഫോർമുലയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ധൻഖറിനെ രാജിവെപ്പിച്ചത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ധൻഖറിനെ സംബന്ധിച്ച് റിട്ടയർമെൻറ്റാണ്. ഉപരാഷ്ട്രപതി പദവിയിലിരുന്ന ഒരാൾ ഇനി മറ്റൊരു പദവി എടുക്കാൻ പറ്റില്ല. അതിനേക്കാൾ ബാക്കിയെല്ലാം അതിലെ ചെറിയ പദവികളാണ്. അതുകൊണ്ട് രാഷ്ട്രീയമായി ജഗദീപ് ധൻഖർ വിരമിച്ചു എന്ന് പറയാം. പക്ഷേ ആർക്ക് കൊടുക്കും എന്നത് വലിയ പ്രശ്നമാണ്. ഘടകകക്ഷിക്ക് കൊടുക്കുമോ എന്ന ചോദ്യം വളരെ പ്രധാനമാണ്. അപ്പോൾ അതിനിടയ്ക്കാണ് നമ്മുടെ ശശി തരൂരിൻ്റെ പേരൊക്കെ പറയുന്നത്. ശശി തരൂരൊന്നും ആകാൻ ഒരു സാധ്യതയും ഇല്ല എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. പിന്നെ നരേന്ദ്രമോദിക്ക് തോന്നുകയാണെങ്കിൽ തരൂരല്ല ആർക്കും, എനിക്കും അഹമ്മദ് വാഷിനും വരെ ആകാം. അതാണ് പാർട്ടി തീരുമാനിച്ചാൽ ആർക്കും ആകാം. കാരണം നമ്മൾ ഈ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ആകാൻ ഏതെങ്കിലും ജനായത്ത വേദിയിൽ തിരഞ്ഞെടുത്ത് വരണ്ട, ഡയറക്റ്റ് വോട്ട് ചെയ്ത് വരണ്ട, ആർക്കും ആകാം. പിന്നീട് പാർലമെൻറ്റ് അംഗങ്ങൾ തിരഞ്ഞെടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് ഇത് ആരാകും എന്നുള്ള ആശങ്കയുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആരിഫ് മുഹമ്മദ് ഖാനോ മുഖ്താർ അബ്ബാസ് നഖ്വിയോ ആകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരു മുസ്ലിം വരട്ടെ ഉപരാഷ്ട്രപതി എന്ന് തീരുമാനിക്കാൻ സാധ്യതയുണ്ടോ? എനിക്ക് തോന്നുന്നത് ഇപ്പോൾ വന്നിടത്തോളം പേരുകളിൽ നിന്ന് ഇപ്പോഴത്തെ ഈ നീഡ് ഓഫ് ദി അവർ എന്ന് പറയില്ലേ, ഈ സമയത്തിൻ്റെ ആവശ്യം വെച്ചിട്ട് ഒരു പ്ലേസ്മെൻറ്റിന് വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വേക്കൻസി ക്രിയേഷൻ ആണെങ്കിൽ അത് നിതീഷിൻ്റെ കാര്യത്തിലാണ്. പ്രശ്നമുണ്ട്. നിതീഷിനെ ആക്കുക എന്ന് പറഞ്ഞാൽ ബി ജെ പി ഭരണകക്ഷി ഒരിക്കലും ഘടകകക്ഷിക്ക് ഉപരാഷ്ട്രപതി സ്ഥാനം വിട്ടുകൊടുത്തിട്ടില്ല, ഇതുവരെ കൊടുത്തിട്ടില്ല. ബി ജെ പി തന്നെ ഹോൾഡ് ചെയ്യണമെന്നുള്ള അഭിപ്രായം പാർട്ടിയിൽ പ്രബലമാണ്. ഏതാണ്ട് അങ്ങനെ തീരുമാനിച്ചു എന്ന് പറയുന്നുണ്ട്. അത് ശരി. അല്ല, അങ്ങനെയാണെന്ന് ആ ഒരു സാധ്യത ഞാൻ കാണുന്നത് നിതീഷാണ്. നിതീഷിനെ ബീഹാറിൽ നിന്ന് മാറ്റി നിർത്തുക എളുപ്പമല്ല. വലിയ ത്യാഗം സഹിച്ചിട്ടാണ് സാറ് പറഞ്ഞ പോലെ മുഖ്യമന്ത്രി പദവിയിൽ തന്നെ ഇത്രയും കാലം നിർത്തിയത്. ഞാൻ ഇനി ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ ടേം സഹിച്ചത്. ഇനി അദ്ദേഹത്തെ അവിടുന്ന് മാറ്റണമെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ പോലും നിതീഷാണ്. അതൊക്കെ ആ പഴയ ജനുസാണല്ലോ. അധികാരത്തിൽ നിന്ന് മാറിപ്പോവുക എന്ന് പറഞ്ഞ എളുപ്പമൊന്നുമല്ല. ഈ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ അതുകൊണ്ട് മാന്യമായി കൊണ്ടുപോയി എവിടെയെങ്കിലും ഒന്ന് പാക്ക് ചെയ്ത് ഇരുത്തിയാൽ സുരക്ഷിതമായിട്ടും സേഫായിട്ടും ബീഹാർ ഭരിച്ചു പോകാം. പ്രധാനമന്ത്രി ആകണമെന്ന് ആഗ്രഹിച്ച ആളാണ്. അതെ അതെ. അതുകൊണ്ട് ഉപരാഷ്ട്രപതി എങ്കിലും ആവാമെന്നാണ് ഒരു സാധ്യതയുള്ളത്. മറ്റേത് എനിക്ക് തോന്നായില്ല. അത് ഇപ്പോൾ മുക്താർ അബ്ബാസ് നഖ്വിയുടെ പേര് കഴിഞ്ഞ കുറെ കാലമായിട്ട് നമ്മൾ കേൾക്കാത്ത പേരാണ്. കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇല്ല, സൈലന്റ് ആയിരുന്നു. പിന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ പേരും കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സാധ്യത ഞാൻ കാണുന്നത് ഒരു പക്ഷേ രാജ്യത്തിൻ്റെ മുഴുവൻ സ്വീകാര്യതയോടും കൂടി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന കുറെ കൂടി പോപ്പുലറായ നിർമ്മാണ വികസന പ്രവർത്തനങ്ങളുമായിട്ട് മോദി മുന്നോട്ട് പോകുമ്പോൾ ഒരു ഹാൻഡിക്യാപ്പ് ഇപ്പോഴത്തെ ഗവൺമെന്റിനുണ്ട്. മുസ്ലിം ന്യൂനപക്ഷത്തെ പ്രതിനിധീകരിച്ച ഒരു മന്ത്രി പോലും ഇല്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്. മുസ്ലിം സംഘടനകളാണ് പരാതി പറയുന്നത്. ഒരൊറ്റ മുസ്ലിമിനെ പോലും മന്ത്രിയാക്കാത്ത മുസ്ലിം വിരുദ്ധനാണ് മോദി എന്ന് പറയുന്നുണ്ട്. പക്ഷെ മുസ്ലിങ്ങൾ സ്ഥാനാർത്ഥികൾ ഇന്ത്യയിൽ കേരളത്തിൽ ഉൾപ്പെടെ പലയിടത്തും ബി ജെ പി സ്ഥാനാർത്ഥികളെ മത്സരിച്ചു തോൽപ്പിച്ചു. ഇപ്പൊ നമ്മുടെ സലാം മാഷ് ജയിച്ചിരുന്ന ഒരു മന്ത്രിയാവുമായിരുന്നു മലപ്പുറത്ത്. അപ്പൊ തോൽപ്പിച്ച് കളഞ്ഞിട്ട് ഞങ്ങളെ മന്ത്രിയാക്കിയില്ല. ഞാൻ പറയുന്നത് ഈ ആരോപണവും വിമർശനവും ഉന്നയിക്കുന്നവരുടെ ആത്മാർത്ഥതയെ നമുക്ക് ചോദ്യം ചെയ്യാം. പക്ഷെ ഒരു റിയാലിറ്റി ഉണ്ടല്ലോ. ഇപ്പോൾ രാജ്യസഭയിലേക്ക് ഒരാളെ കൊണ്ടുവന്നിട്ടെങ്കിൽ ഒരു മന്ത്രി, ഞാൻ പറയുന്നത് ഇന്ത്യൻ ബഹുസ്വരതയുടെ ഒരു പ്രാതിനിധ്യ സ്വഭാവം ബി ജെ പി ഒരിക്കലും മറച്ചു വെച്ചിട്ടില്ല, മാറ്റി നിർത്തിയിട്ടുമില്ല.
ആവശ്യമായ പരിഗണന എപ്പോഴും ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി ഈ സൂഫി സമ്മേളനങ്ങൾ തുടങ്ങിയത് മോദി ഗവൺമെൻറ്റാണ്. ഇന്ത്യ ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച രാഷ്ട്രപതി എന്ന് പലരും പിൽക്കാലത്ത് വിലയിരുത്തി APJ അബ്ദുൽ കലാമിനെ കണ്ടെത്തിയത് AB വാജ്പേയിയാണ്. അതെ. അപ്പൊ BJP അദ്ദേഹത്തെ ഒരിക്കൽ കൂടി മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതും BJP ആണ്. പിന്നെ തോൽപ്പിച്ചത് കോൺഗ്രസുമാണ്. കോൺഗ്രസും CPM. അതെ, ഇടതുപക്ഷം എല്ലാവരും ഞാൻ പറഞ്ഞു അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇന്ത്യൻ ബഹുസ്വരത ഉയർത്തിപ്പിടിക്കുന്നതിൽ മടി കാണിച്ച കൂട്ടത്തിലല്ല BJP. പക്ഷേ പല കാരണങ്ങളാൽ ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ ശരിയായിരിക്കും. എങ്കിലും ഇപ്പോൾ നോക്കിയാൽ കേന്ദ്ര ഗവൺമെന്റിൽ ഒരു മുസ്ലിം പ്രാതിനിധ്യത്തിന്റെ കുറവുണ്ട് എന്നത് വസ്തുതയാണ്. അത് പരിഹരിക്കാൻ പക്ഷേ മോദി ഈ ഘട്ടത്തിൽ തീരുമാനിച്ചുകൂടായി എന്നുമില്ല. അതുകൊണ്ട് മുക്താർ അബ്ബാസ് നഖ്വിയുടെ പേരോ ആരിഫ് മുഹമ്മദ് ഖാന്റെ പേരോ സാറ് പറഞ്ഞൊരു കാര്യം അപ്പോൾ ബാലൻസ്ഡ് ആയി. BJP ഹാർഡ് കോർ BJPക്കാരെ മാത്രമേ വെച്ചോട്ടെ, അത് രാഷ്ട്രീയമായ തീരുമാനമുള്ളൂ, അതൊന്ന്. പക്ഷെ ഇതിൽ എന്നെ അലട്ടുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ആര് വരുന്നു എന്നുള്ളതല്ല, ഈ പ്രോസസ്സിൽ കുറേ ദുരൂഹതകളുണ്ട്. ഒന്ന്, ഈ ധൻകർ എന്തിന് രാജിവെച്ചു? അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് കുറെ മാസങ്ങൾക്ക് മുമ്പുള്ള വാർത്ത നമ്മൾ വായിച്ചു. അല്ല, കുറെ മാസങ്ങൾക്ക് മുമ്പല്ല. ലാസ്റ്റ് ടൈം കൊച്ചിയിൽ വന്നില്ലേ, ഈ 2-3 ആഴ്ചക്കുള്ളിൽ, അന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെച്ച് സ്വസ്ഥയുണ്ട്. അതെനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഈ പാർലമെന്റ് സെഷൻ നെടുമ്പാശ്ശേരിയിലല്ല, നമ്മുടെ വ്യോമസേന വിമാനത്താവളത്തിൽ. അത് ശരി, കൊച്ചിയിൽ. ഈ പാർലമെന്റ് സമ്മേളനം തുടങ്ങുമ്പോൾ അദ്ദേഹം ആക്റ്റീവാണ്. അന്ന് വൈകുന്നേരം വരെ ഈ രാജ്യസഭാ പ്രൊസീഡിങ്സിൽ അദ്ദേഹം ആക്റ്റീവാണ്. വൈകുന്നേരം വീട്ടിൽ ഔദ്യോഗിക വസതിയിൽ പോയി രാജിവെക്കുന്നു. ഇനി അങ്ങനെ ഒരു രാജിവെച്ചാൽ തന്നെ ആരോഗ്യ കാരണങ്ങളാൽ എന്നാണ് പറയുന്നത്. ആരോഗ്യ കാരണങ്ങളാൽ രാജിവെച്ചത് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്വീകരിക്കേണ്ട കാര്യമില്ല, അന്ന് രാത്രി തന്നെ സ്വീകരിക്കുന്നു. പിറ്റേന്ന് രാവിലെ മുതൽ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് നടപടി. മനോഹരമായി വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു പോസ്റ്റ് മോദിയുടെ വരുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ വെച്ചാൽ അത് ഞാൻ ആ പ്രസ്താവനയിലാണ് ഉറപ്പിച്ചത് ഈ സാർ നേരത്തെ പറഞ്ഞ വാക്ക്, ഇദ്ദേഹത്തിന് യാത്ര റിട്ടയർമെന്റ് ആണ്. ഞാൻ കേട്ടൊരു കാര്യം എന്താ വെച്ചാൽ രാഷ്ട്രപതി പോസ്റ്റ് ഇദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു അത്രേ ധൻകർ. അത് ഈയിടെ നടന്ന ഏതോ ഒരു ഉത്തരവാദപ്പെട്ട മീറ്റിംഗിലാണ് അത് സാധ്യമല്ല എന്ന് പാർട്ടി അറിയിച്ചു അത്രേ. മാത്രമല്ല, ജഗദീപ് ധൻകർ ഒരിക്കലും അദ്ദേഹം ഉപരാഷ്ട്രപതി ആവുമെന്ന് കരുതിയിട്ടുള്ള ആളല്ല. ഒരു ഗവർണറായിരുന്നു. ഗവർണറിൽ നിന്ന് പെട്ടെന്ന് അപ്രതീക്ഷിതമായ, അപ്പം നമ്മുടെ ദ്രൗപദി മുർമു രാഷ്ട്രപതി ആവുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. അതൊക്കെ വളരെ അപ്രതീക്ഷിതമായി എടുത്തൊരു തീരുമാനമാണ്. അങ്ങനെ ഒരു പോസ്റ്റ് കിട്ടിയത് കൊണ്ട് എന്നെ രാഷ്ട്രപതിയാക്കണം എന്നൊക്കെ ശഠിക്കുന്നത് അത്ര എവിടെയോ ഈഗോ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് പെർഫോമൻസ് നോക്കുമ്പോൾ എല്ലാ പ്രോട്ടോക്കോളും തെറ്റിച്ച് ഇപ്പോൾ രാഷ്ട്രപതിയോ ഉപരാഷ്ട്രപതിയോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ തലേന്ന് വരെ ഹാർഡ് കോർ BJPയോ RSSോ ആണെങ്കിൽ പോലും പ്രകടമായി പാർലമെൻ്ററി പ്രൊസീഡിങ്സിൽ അത് കാണിക്കുകയും ചെയ്യാത്തവരാണ് പലപ്പോഴും. ഇപ്പോൾ സാർ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഈ ഗവൺമെൻറ് വഴക്കുണ്ടല്ലോ, ഇന്ത്യ ചരിത്രത്തിൽ തുടങ്ങിയ ധൻകറ ഓർമ്മയുണ്ടോ? ബംഗാളിൽ പോയി ഈ പണി തുടങ്ങിയ അദ്ദേഹത്തിന്റെ വഴിക്ക് വന്നവരാണ് പിന്നെ ഇവരൊക്കെ. അങ്ങനെയല്ല, ഞാൻ ഓർക്കുന്നുണ്ട് കേരളത്തിൽ റാം ദുലാരി സിൻഹ എന്ന് പറയുന്ന ഒരു ഗവർണർ ഉണ്ടായിരുന്നു. പഴയ കേസാ. അവരെന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. കോൺഗ്രസിന്റെ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഞാനൊക്കെ ഓർക്കുന്നുണ്ട് ഗവർണർക്കെതിരെ അന്ന് SFI സമരം നടത്തിയിട്ടുണ്ട്. അല്ല, ഞാൻ പറയുന്നത് ഈ BJP ഗവൺമെന്റ് വന്നതിന് ശേഷം ഈ സ്റ്റേറ്റുകളോട് ഏറ്റുമുട്ടാൻ തുടങ്ങി ആദ്യത്തെ വാർത്തകൾ ഞാൻ വായിച്ചു തുടങ്ങിയതിന്റെ ഓർമ്മയിൽ ഈ ധൻകർ ബംഗാളിൽ ഉണ്ടാക്കുന്ന ഇഷ്യൂസാണ് ഞാൻ പറയുന്നത്. അതൊന്ന് അന്ന് BJPക്ക് വേണ്ടിയായിരുന്നവരുടെ ബംഗാളിലേക്ക് പോകുന്ന ഗവർണർമാർക്ക് ഒരു അജണ്ടയുണ്ട് ഉണ്ടല്ലേ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹം പരസ്യമായി ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പൊളിറ്റിക്കലി ടേക്കപ്പ് ചെയ്യുന്ന ഇഷ്യൂസിനെ മുഴുവൻ രാജ്യസഭയുടെ ചെയർമാൻ എന്ന നിലയിൽ മാത്രമല്ല ഉപരാഷ്ട്രപതിയും കൂടിയാണ് ഭരണകക്ഷിയുടെ പോരുകോഴിയായിട്ട് ഇറങ്ങിയിട്ട് പരസ്യമായി ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. എവിടെ വെച്ചാണ് അദ്ദേഹം? എനിക്ക് സ്പീക്കർമാർ അങ്ങനെയല്ലേ എടുക്കേണ്ടത്? അല്ല, അങ്ങനെ എടുക്കാറില്ല സാധാരണ. കുറെ കൂടി ഇപ്പൊ ഏത് സ്പീക്കറും ഉണ്ടല്ലോ, സ്പീക്കറോ അല്ലെങ്കിൽ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? അവസാനം അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന ഒരു അലിഗേഷൻ ഭരണകക്ഷിയെ ഫേവർ ചെയ്തില്ല എന്നുള്ളതാണ്. കാരണം ഈ മറ്റേ നോട്ടുകെട്ടിന്റെ ജഡ്ജിക്ക് ഇംപീച്ച്മെന്റ് പ്രമേയം വന്നപ്പോൾ പാർലമെന്റിൽ ഭരണപക്ഷത്തിന്റെയും രാജ്യസഭയിൽ പ്രതിപക്ഷത്തിന്റെ മാത്രം സ്വീകരിച്ചു. പ്രൊസീഡിങ്സ് തുടങ്ങി. അത് തന്നെയാണ് പ്രശ്നം. അപ്പോൾ അതൊരു ഗുരുതരമായ പ്രശ്നമാണ്. കാരണം അത് ഗുരുതരമായ പ്രശ്നമാണെന്ന് പറയാൻ കാരണമുണ്ട്. ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ വളരെ അപൂർവമായി നടന്നിട്ടുണ്ട്. അപ്പോൾ അഴിമതിക്കാരൻ എന്ന് പറയുന്ന വീട്ടിൽ ചാക്ക് കണക്കിന് നോട്ടുകൾ സൂക്ഷിച്ചിരുന്ന ഒരു ജഡ്ജിയെ ഇംപീച്ച് ചെയ്ത് പാർലമെന്റിൽ നോട്ടീസ് കൊടുത്തത്
Yes. പ്രതിപക്ഷമാണെന്ന് ഭാവിയിൽ 10, 25, 100 വർഷം കഴിഞ്ഞ് ചരിത്ര വിദ്യാർത്ഥികൾ പഠിക്കുമ്പോൾ BJPക്ക് സെറ്റ് ബാക്കാണ്. അതുകൊണ്ട് നമുക്ക് ഈ സമയത്ത് ഇത്രയും പറഞ്ഞു വെക്കാം സാർ. ഒന്ന്, എന്തായാലും ധൻകർ ഇപ്പോൾ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഇല്ലാതിരിക്കാം, ഈ രാജ്യം ആരോഗ്യ പ്രശ്നത്തിന്റെ പേരിലല്ല. ഇത് പൂർണ്ണമായി ശ്രദ്ധിച്ചിട്ടുണ്ടോ? നടന്നു പോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അനാരോഗ്യം ഉണ്ട്, ഉണ്ടല്ലേ? അതാണെങ്കിൽ പോലും ഈ രാജ്യം പക്ഷേ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ് ആയിരിക്കാം. അതില് കേന്ദ്ര ഗവൺമെന്റിന് അത് അദ്ദേഹത്തിന്റെ പേരിലുള്ള ചോദിച്ചു വാങ്ങിയതാണ്, ആവശ്യപ്പെട്ടതാണെന്ന് കേൾക്കുന്നുണ്ട്. എന്തെങ്കിലും ആവട്ടെ, എന്തായാലും കേന്ദ്ര ഗവൺമെന്റും അദ്ദേഹവും നല്ല ടേമിലല്ല പിരിയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി രാഷ്ട്രപതി പോലുള്ള ഒരു പദവിയിലേക്കൊന്നും അദ്ദേഹം പരിഗണിക്കപ്പെടാൻ യാതൊരു സാധ്യതയുമില്ല. അടുത്ത ചോദ്യം ആര് വരും എന്നാണ്. ഈ പറഞ്ഞ പോലെ നരേന്ദ്രമോദി ആയതുകൊണ്ട് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. ആരുമായേക്കാം, പ്രവചിക്കാൻ കഴിയും. പ്രവചനാതീതമാണ്. തൽക്കാലം നമുക്ക് അത്രയും പറഞ്ഞു വെക്കാം. പേരുകളൊക്കെ സാധ്യതകൾ അനവധിയുണ്ട്. ഒരുപാട് പേരുകൾ പറയുന്നുണ്ട്. ഒരുപക്ഷെ ഈ പേരുകൾ ഒന്നും ആയിരിക്കില്ല. തീർച്ചയായിട്ടും.